കോൺഫറൻസിന് ശേഷം വിലയിരുത്തുമ്പോൾ തോന്നുന്നു. അതിലൊന്ന് പ്രധാനപ്പെട്ട മന്ത്രിമാർ അതിനകത്തില്ല. ആഭ്യന്തരമന്ത്രി പങ്കെടുത്തില്ല. എന്നുവെച്ചാൽ രണ്ടാമത്തെ അജണ്ട തന്നെ പോലീസുമായി ബന്ധപ്പെട്ടൊരു പ്രപ്പോസലിനെ കുറിച്ചുള്ളതാണ്. പക്ഷേ യോഗത്തിൽ ആഭ്യന്തരമന്ത്രി പങ്കെടുത്തില്ല. എംപിമാരുടെ കോൺഫറൻസിന് വനം വന്യജീവി വിഷയം വലിയ നിലയിൽ ഗൗരവത്തിലാണ് മീറ്റിങ്ങിൽ ചർച്ച ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഫോറസ്റ്റ് മിനിസ്റ്റർ യോഗത്തിനകത്തില്ല. അപ്പോൾ യോഗത്തോട് മന്ത്രിമാരും സർക്കാരും സ്വീകരിച്ചിട്ടുള്ള ഗൗരവക്കുറവ് അവിടെ കാണുകയാണ്. രണ്ടാമത്തേത്, ആ യോഗത്തിനകത്ത് തെറ്റായ കാര്യങ്ങൾ വി കെ ശ്രീകണ്ഠൻ പറയുകയുണ്ട്. പറഞ്ഞതെന്നുള്ളത് പാലക്കാട് കോച്ച് ഫാക്ടറിയുമായി ബന്ധപ്പെട്ടുൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങളിൽ തുടർച്ചയായി കേരളത്തിലെ കഴിഞ്ഞ മുൻപ് 10 വർഷക്കാല അധികാരത്തിലിരുന്ന സർക്കാരിനെ വസ്തുതാവിരുദ്ധമായ നിലയിൽ ആക്ഷേപിക്കുന്നതിലെ പരാമർശങ്ങളുണ്ടായി. കോച്ച് ഫാക്ടറിയുടെ വിഷയം കേരളത്തിൽ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയനും ആ മന്ത്രിസഭയിലെ അംഗങ്ങളും അന്ന് എം പിമാരായിരുന്ന ആ ഘട്ടത്തിൽ പല എം പിമാരായിരുന്ന എം പി രാജേഷ് ഉൾപ്പെടെയുള്ള ആളുകളുമൊക്കെ വിഷയം ഉന്നയിച്ചതാണ് പലപ്പോഴും. 2018 കേരളത്തിലെ നിയമസഭയിൽ തന്നെ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. എന്നാൽ അത് സംബന്ധിച്ചുൾപ്പെടെ വസ്തുതാവിരുദ്ധമായി കാര്യങ്ങൾ പറയുന്നു. ആ ഘട്ടത്തിൽ യോഗത്തിൽ പ്രതികരിക്കേണ്ടി വന്നു. വസ്തുതകൾ നിരത്തിയാണ് പ്രതികരിച്ചത്. നിയമസഭയിൽ 2018 ഈ വിഷയം ചർച്ച ചെയ്തുൾപ്പെടെ ഓർമ്മപ്പെടുത്തിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളെന്നാൽ ഈ വിഷയം നിങ്ങൾ ചോദിച്ചപ്പോൾ ഈ വിഷയം പറയുമ്പോൾ കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാ എം പിമാരും കൂട്ടായി നിന്ന് പ്രവർത്തിക്കണമെന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഏതെങ്കിലും അളവുകോല് വെച്ച് കേരളത്തിൻ്റെ പൊതു താല്പര്യത്തെ പ്രയാസപ്പെടുത്തുന്ന, കേരളത്തിൻ്റെ പൊതു താല്പര്യത്തിന് തടസ്സം നിൽക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള നീക്കം ആരുടെയും ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സമീപനം മുൻകാലങ്ങളിൽ ചിലർ സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അഭിപ്രായം തിരുത്തേണ്ടവർ തിരുത്തണം എന്നുള്ളതാണ്. അഭിപ്രായ ഐക്യത്തോടുകൂടി കേരളത്തിൻ്റെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി പോകണം എന്നുള്ളതാണ് ആ യോഗത്തിനകത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ സർക്കാർ ഇടപെടൽ നടത്തുമ്പോൾ അതിന് എല്ലാ പിന്തുണയും ഞങ്ങൾ നൽകും എന്നും യോഗത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം നടത്തിയതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു തർക്കമോ അല്ലെങ്കിൽ അത് സമ്മതിക്കാതിരിക്കാൻ ഉണ്ടായോ? സിഎമ്മിൻ്റെ ഒരു ശബ്ദമല്ലാതെ പുറത്തു വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ തെറ്റായ അഭിപ്രായത്തോട് യോഗത്തിൽ പ്രതികരിച്ചു, വസ്തുതകൾ ചൂണ്ടിക്കാണിച്ചു, കേരളത്തിലെ മുൻ സർക്കാർ നടത്തിയിട്ടുള്ള ഇടപെടലുകളെക്കുറിച്ച് വിശദീകരിച്ചു. അതാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. യോഗത്തിലെ കേരളത്തിലെ പൊതു ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന യോഗത്തിൽ ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ ഒരു രാഷ്ട്രീയ നിലപാട് അങ്ങനെ സ്വീകരിക്കുന്നത് ശരിയാണോ? കാരണം കേരളത്തിലെ ഒറ്റക്കെട്ടായി എം പിമാർ ഒന്നിച്ചേർന്ന് കേന്ദ്രത്തോട് പൊതുവായ ആവശ്യങ്ങൾ ഉന്നയിക്കാനാണല്ലോ മുഖ്യമന്ത്രി അങ്ങനെ ഒരു യോഗം വിളിച്ചത്. തീർച്ചയായും കേരളത്തിലെ ജനങ്ങളാകെ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാകെ കേരള താല്പര്യത്തിന് വേണ്ടി ഒന്നായി നിൽക്കണം എന്നായിരിക്കുമല്ലോ. പക്ഷേ അത്തരമൊരു യോഗത്തിൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കണ്ണിലൂടെ കേരളത്തിൻ്റെ പൊതു താല്പര്യത്തെ ഭിന്നിപ്പിക്കുന്ന നിലയിൽ സംസാരിക്കുന്നത് ശരിയായ കാര്യമല്ല. അതുണ്ടാവാൻ പാടില്ലാത്തതാണ്. ഭാവിയിലെങ്കിലും എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നിലയിൽ ഇടപെടൽ ഭരിക്കുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട്.